വൈക്കം താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനിക പോർട്ടബിൾ എക്സ്റേ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചു. കേരള സർക്കാർ ആരോഗ്യവകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ക്ഷയരോഗമുക്ത നഗരസഭ എന്ന ലക്ഷ്യത്തോടെ വൈക്കം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ അത്യാധുനിക പോർട്ടബിൾ എക്സ്റേ സംവിധാനം പ്രവർത്തന സജ്ജമായി. കോട്ടയം ജില്ലയിലെ പ്രധാന ആശുപത്രികളിൽ ആദ്യമായാണ് ഇത്തരമൊരു അത്യാധുനിക സംവിധാനം ഏർപ്പെടുത്തുന്നത്. രോഗികളിൽ ക്ഷയരോഗം വേഗത്തിൽ കണ്ടെത്താനും കൃത്യമായ ചികിത്സ ഉടനടി ലഭ്യമാക്കാനും ഈ സംവിധാനം ഏറെ സഹായകരമാകും. വളരെ കുറഞ്ഞ അളവിൽ മാത്രം റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നതും ഏകദേശം 2.5 കിലോഗ്രാം മാത്രം ഭാരമുള്ളതുമായ ഈ ഉപകരണത്തിന് 15 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. പോർട്ടബിൾ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ അബ്ദുൽ സലാം റാവുത്തർ നിർവഹിച്ചു. എക്സ്റേ യൂണിറ്റ് വൈക്കത്ത് തുടങ്ങുക, അത് കോട്ടയം ജില്ലയിൽ ആദ്യമായി തുടങ്ങുന്ന ഒരു സ്ഥാപനം. അതിൻ്റെ വിശദീകരണം നമ്മുടെ ഡോക്ടർ സൂചിപ്പിച്ചു. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിലവിലുണ്ട്. പലർക്കും അത് അറിയില്ല. കൂടുതൽ ഇപ്പോൾ 2 എക്സ്റേ യൂണിറ്റാണ് ഇവിടെ. പ്രധാനമായും രാത്രി ഒരെണ്ണം, പകലിവിടെ ഒരു എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കുന്നു. അത് രാത്രി 6 മണി കഴിഞ്ഞാൽ നമ്മുടെ ലാബിനോട് ചേർന്ന് ഒരെണ്ണം പ്രവർത്തിക്കുന്നു. 2 പ്ലാന്റ് ഇവിടെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ മാമോ യൂണിറ്റ് ഒരെണ്ണം ഇരിക്കുക. അതിൻ്റെ പ്രയോജനം എത്രമാത്രം ഉണ്ട് എന്ന് പലർക്കും അറിയില്ല. ചടങ്ങിൽ വൈക്കം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സോണി സണ്ണി അധ്യക്ഷത വഹിച്ചു. വൈക്കം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ട്വിങ്കിൾ പ്രഭാകരൻ, ആശുപത്രി RMO ഡോക്ടർ ബിജു ഫിലിപ്പ്, PRO ജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നഗരസഭാ പ്രതിനിധികളും ആശുപത്രി ജീവനക്കാരും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ബാധിക്കുന്ന ഒരു ജനസംഖ്യ എന്ന് വെച്ചാൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രൊഡക്റ്റീവ്, അതായത് ഒരു വർക്കിംഗ് കാറ്റഗറിയാണ് ഈ കൂടുതലായിട്ടും ഈ രോഗം ബാധിക്കുന്നത്. അപ്പം ഈ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ മാത്രമല്ല ഈ ലോകത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. നമ്മുടെ TB കണ്ടുപിടിക്കാനുള്ള പോർട്ടബിൾ എക്സ്റേ, ഇത് ആണ് എക്സ്റേ മെഷീൻ. ഇതാണ് അതിൻ്റെ ഡിറ്റക്ടർ. അത് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പിൽ ഇമേജ് അന്നേരം തന്നെ വൈഫൈയിലൂടെ എത്തിച്ചേരും. അപ്പോൾ ഇത് 2 കിലോയിൽ താഴെ മാത്രമുള്ള കൊറിയൻ നിർമ്മിതമായ 34 ലക്ഷത്തോളം വിലയുള്ള മെഷീനാണ്. ഈ മെഷീനിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഫീൽഡിൽ കൊണ്ടുപോയി എക്സ്റേ എടുക്കാൻ പറ്റും. അപ്പോൾ TBക്കാണെങ്കിൽ 43% ആൾക്കാരെ എക്സ്റേയിലൂടെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ വിഷൻ ന്യൂസ് വൈക്കം.